നമസ്കാരം, ശുഭദിനം, ഗുഡ് മോർണിംഗ്. ഞാൻ ശങ്കർ ഹേമഗിരി, കമുദ് TV ന്യൂസ് ടാക്ക് പ്രസൻറ്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 23 ഡിസംബർ 23 ഈ 2018 357 ദിവസം. ഇനി 8 ദിവസം കൂടി മാത്രം ബാക്കിയാണ് പുതുവർഷം പിറക്കാൻ. നമ്മൾ വർത്തമാന വാർത്തകൾക്കായി കാത്തിരിക്കുന്നു. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ഡിസംബർ 23 ഇതേ ഡിസംബർ 23 ലോക ക്ലാസിക്കുകളിൽ ഒന്നായി എണ്ണപ്പെടുന്ന ജെയിൻ ഓസ്റ്റൻ്റെ എമ്മ ആദ്യമായി ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മറ്റൊന്ന് നോക്കിയാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഊർജ്ജ തന്ത്രത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് വഴിയൊരുക്കിയ ട്രാൻസിസ്റ്റർ വിഖ്യാതമായ ബോസ്റ്റൺ ബെൽ ലബോറട്ടറീസിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഡിസംബർ 23 തന്നെയാണ്. 1947 എമ്മയുടെ പ്രസിദ്ധീകരണം 1815 ആയിരുന്നു. ലോകത്ത് ആദ്യമായി ഒരു വിജയകരമായ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തപ്പെട്ടത് 1954 ഇതിന് നേതൃത്വം നൽകിയ ജോസഫ് മുറേ എന്ന ഡോക്ടർക്ക് പിന്നീട് ഈ നേട്ടത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ മറ്റ് നേട്ടങ്ങളുടെ പേരിലും പിന്നീട് ആരോഗ്യത്തിനുള്ള നൊബൽ പുരസ്കാരം വരെ ലഭിക്കുക ഉണ്ടായി. ചൗധരി ചരൺ സിംഗ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനം ആണ്. 1902 അദ്ദേഹത്തിൻ്റെ ജനനം. ഈ ദിവസം രാജ്യം കിസാൻ ദിനമായി ആഘോഷിക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന എക്കാലത്തെയും ലീഡർ കെ കരുണാകരൻ്റെ ചരമ വാർഷികം കൂടിയാണ്. 8ാം ചരമ വാർഷികം കൂടിയാണ് കരുണാകരൻ്റെ. ഇനി ചരിത്രത്തിൽ നിന്ന് നമുക്ക് വർത്തമാന വാർത്തകളിലേക്ക് എത്താം. ഇന്ന് എല്ലാ ദിനപത്രങ്ങളിലും, മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും എല്ലാ ദിനപത്രങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും GST കൗൺസിൽ 23 ഇനങ്ങളുടെ വില കുറയ്ക്കാൻ, അവയുടെ നികുതി സ്ലാബ് കുറയ്ക്കാനുള്ള തീരുമാനം തന്നെയാണ്. തീർച്ചയായും വലിയ വർത്തമാനം തന്നെ. അതിൻ്റെ പ്രധാന ദിനപത്രങ്ങളിലെ മുഖ്യ തലക്കെട്ടുകൾ നമുക്ക് നോക്കാം. സിനിമ ടിക്കറ്റ്, TV, ക്യാമറ, വീൽ ചെയർ വില കുറയും എന്ന് കേരള കൗമുദിയുടെ പ്രധാന തലക്കെട്ട്. GST കൗൺസിലിൻ്റെ തീരുമാനം. സിനിമ ടിക്കറ്റ്, TV, മാർബിൾ വില കുറയുമെന്നാണ് മലയാള മനോരമ GST കൗൺസിൽ തീരുമാനത്തിന് ഹെഡിങ് നൽകിയിരിക്കുന്നത്. GSTയിൽ ഇളവ്, സിനിമാ ടിക്കറ്റുകൾ ഉൾപ്പെടെ 23 ഇനങ്ങളുടെ നിരക്ക് കുറയും എന്ന് മാതൃഭൂമിയുടെ പ്രധാന ശീർഷകം. 23 ഇനങ്ങളുടെ GST കുറച്ചു എന്ന് ദേശാഭിമാനിയുടെ തലക്കെട്ട്. മാധ്യമത്തിൽ GSTയിൽ പൊടിക്കൈ എന്നാണ് മാധ്യമം ഈ GST കൗൺസിൽ തീരുമാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിരക്ക് ജനുവരി 1 പ്രാബല്യത്തിൽ വരും. 23 ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് താഴ്ത്തി. സിമൻറ്റ്, വാഹന ഭാഗങ്ങൾ എന്നിവയ്ക്ക് കുറയില്ല എന്ന് ഒരു ഹൈലൈറ്റും മാധ്യമം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇത് സിമൻറ്റ് നിർമ്മാണ മേഖലയിലൊക്കെ പ്രധാന അസംസ്കൃത വസ്തുവായ പ്രധാന സാമഗ്രി ആയ സിമൻറ്റിനെ നികുതി കുറയ്ക്കാനുള്ള നിർദ്ദേശം GST കൗൺസിൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മംഗളത്തിൽ GST നിരക്കിൽ ഇളവ്, TV, സിനിമാ ടിക്കറ്റ് ഉൾപ്പെടെ 40 ഇനങ്ങൾക്ക് വില കുറയുമെന്നാണ് മംഗളത്തിൽ. ഇത് ആദ്യം 40 ഇനങ്ങൾക്ക് എന്നാണ് വാർത്ത വന്നിരുന്നത്. പക്ഷേ പിന്നീട് അത് തിരുത്തി 23 ഉൽപ്പന്നങ്ങൾക്ക് എന്ന് പിന്നീട് വാർത്ത ഇന്നലെ വൈകി വന്നിരുന്നു. GST കുറച്ചു എന്ന് ദീപികയുടെ ഇന്നത്തെ പ്രധാന തലക്കെട്ട്. പച്ചക്കറികൾ, സിനിമാ ടിക്കറ്റുകൾ, 32 ഇഞ്ച് TV, പവർ ബാങ്ക് തുടങ്ങിയവയ്ക്ക് വില കുറയും എന്ന് ദീപിക നൽകിയിരിക്കുന്നു. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ നോക്കിയാൽ അവയിലും GST തന്നെ വിഷയം. GST കട്ട് ഓൺ 17 ഐറ്റംസ് ആൻഡ് 6 സർവീസസ് എന്നാണ് ദ ഹിന്ദുവിൻ്റെ ഹെഡ്ലൈൻ. GST റേറ്റ് സ്ലാഷ് ഡൗൺ 23 ഐറ്റംസ്, മോർ മേ ഫോളോ നെക്സ്റ്റ് മന്ത് എന്ന് ദ സൺഡേ ടൈംസ്. കൂടുതൽ ഇളവുകൾ വരും മാസം ഉണ്ടാകുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ദ ന്യൂ സൺഡേ എക്സ്പ്രസിലും GST തന്നെ വിഷയം. 23 ഐറ്റംസ് ടു കോസ്റ്റ് ലെസ് ഫ്രം ജനുവരി 1 എന്ന് ഹെഡ്ലൈൻ. നമുക്ക് ഇനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയിൽ നിന്ന് വായിച്ചു തുടങ്ങാം. സിനിമാ ടിക്കറ്റ്, TV, ക്യാമറ, വീൽ ചെയർ വില കുറയുമെന്നാണ് പ്രധാന തലക്കെട്ട്. 23 ഉൽപ്പന്നങ്ങളുടെ നികുതി GST കുറച്ചു. ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ, അതായത് സിനിമാ ടിക്കറ്റ്, TV, ക്യാമറ, അതിനു പുറമെ കമ്പ്യൂട്ടർ, വീൽ ചെയർ എന്നിവയുടെ വില കുറയും. മറ്റ് ചിലത് നോക്കിയാൽ പച്ചക്കറികളുടെ GST എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ജൻധൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ നികുതി എടുത്തു കളഞ്ഞു. ഇതൊക്കെ സുപ്രധാന തീരുമാനങ്ങളാണ്. ആകെ 23 ഉൽപ്പന്നങ്ങളുടെ GST ആണ് എടുത്ത് കളഞ്ഞത്. ഈ 28% എന്ന് പറയുന്ന ആഡംബര വസ്തുക്കൾ ഉൾപ്പെടുന്ന ഏറ്റവും കൂടിയ നികുതി സ്ലാബായ 28% ഉൾപ്പെട്ടിരുന്ന 34 ആഡംബര ഉൽപ്പന്നങ്ങളിൽ 6 ഇനങ്ങൾക്ക് കൂടി വില കുറച്ചിട്ടുണ്ട്. ഈ ഇത്തവണത്തെ GST കൗൺസിലിൻ്റെ തീരുമാനമനുസരിച്ചുള്ള വില കുറവ് കാരണം, നികുതി ഇളവ് കാരണം കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം 5500 കോടി രൂപയുടെ നഷ്ടം ആണ് ഉണ്ടാവുക എന്നുള്ള കണക്ക്.
നിലവിൽ തന്നെ 99% ഉൽപ്പന്നങ്ങളും ഉയർന്ന നികുതിയിൽ, അതായത് 18%-ലും താഴ്ന്ന നികുതിയിൽ ആണ് ഉള്ളത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ആഡംബര ഉൽപ്പന്നങ്ങളുടെ സ്ലാബിലുള്ള അല്ലെങ്കിൽ ആഡംബര സർവീസുകളുടെ സ്ലാബിലുള്ള ലോട്ടറി ടിക്കറ്റ്, സംസ്ഥാന ലോട്ടറി ടിക്കറ്റ്, അതായത് 28% നികുതി സ്ലാബിലാണ് ലോട്ടറി ടിക്കറ്റ്, ഇത് 18%-ത്തിലേക്ക് കുറയ്ക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അത് അങ്ങനെ കേരളത്തിൻ്റെ ആ ആവശ്യം അംഗീകരിക്കുക, അത് അടുത്ത മാസം ചേരുന്ന നികുതി ഇതിൽ കൗൺസിലിൽ പരിഗണിക്കാം എന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ പുതുക്കിയ നികുതികളും ജനുവരി 1 മുതൽ പുതുവർഷത്തിൽ നിലവിൽ വരും തുടങ്ങിയ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. ചൊവ്വയിലെ ഹിമഗർത്തം വെള്ളത്തിൻ്റെ മരണക്കിണർ എന്ന വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്ത ചൊവ്വ ഗ്രഹത്തിൽ നിന്നാണ്. ചുവന്ന ഗ്രഹം എന്നാണ് ചൊവ്വ ഗ്രഹം അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ചൊവ്വയിൽ ഒരു ഏതാണ്ട് 80 കിലോമീറ്റർ വിസ്തൃതിയിൽ ഉള്ള ഒരു ഹിമതടാകം, ഉറഞ്ഞ വെള്ളത്തിൻ്റെ തടാകം കണ്ടെത്തിയിരിക്കുന്നു. ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പര്യവേഷണ പേടകം ആണ്. മാർച്ചിലാണ് ഈ ചിത്രം അയച്ചതെങ്കിലും കഴിഞ്ഞ ദിവസം ആണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈ ചിത്രം പുറത്ത് വിടുന്നത്. നാസ ഇതുപോലെ ഈ ചൊവ്വയിലെ ഈ ജലസംഭരണി കുറിച്ച് നാസയുടെ പേടകങ്ങൾ നേരത്തെ പല ചിത്രങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട്. എങ്കിലും ഇത്രയും മനോഹരമായ ചിത്രം, ഒരു കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെണ്ണ തുളുമ്പുന്നത് പോലെ അതിനോട് സമാനമായ ചിത്രം, ഇത്രയും മനോഹരമായ ചിത്രം പുറത്തു വരുന്നത് ഇതാദ്യമാണ്. ഏതാണ്ട് 2 കിലോമീറ്ററിൽ അധികം കുത്തനെ താഴേക്ക് ആഴമുള്ളതാണ് ഈ ഹിമ കിണർ. ഇത് ഒരിക്കലും ഉരുകി വെള്ളം ആകുകയില്ല. അതിൻ്റെ വിശദാംശങ്ങളാണ് ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള വിശേഷവുമായാണ് കേരള കൗമുദിയുടെ സൂപ്പർ ലീഡ് സ്റ്റോറി. മറ്റ് വാർത്തകൾ നോക്കാം. ശബരിമല കയറാൻ യുവതീ സംഘം എത്തി. വീണ്ടും ഒരു സംഘം തമിഴ്നാട്ടിലെ മനിതി എന്ന സ്ത്രീ അവകാശ സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലത്തെ വാർത്ത അനുസരിച്ച് ആണെങ്കിൽ പമ്പയിൽ എത്തിയിരിക്കുന്നു സംഘം. 11 പേർ അടങ്ങുന്ന സംഘം. പത്രങ്ങളിൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത മനിതി സംഘത്തിൽ 50 പേർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർ ഏത് വഴി ആണ് യഥാർത്ഥത്തിൽ എത്തുക എന്നതും ഇന്നലെ രാത്രി വൈകിയും തീരുമാനമായിരുന്നില്ല. ഒരുപക്ഷെ നാഗർകോവിൽ വഴി തിരുവനന്തപുരം വഴി വന്നേക്കാം, അല്ലെങ്കിൽ കോട്ടയത്ത് ട്രെയിനിൽ വന്നേക്കാം എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ കുമളി വഴി സ്വകാര്യ വാഹനത്തിലാണ് ഈ സംഘം എത്തിയത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരെ പമ്പയിൽ പോലീസ് തടഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ശബരിമലയിൽ ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഉണ്ട്. ഇവർ കുമളിയിൽ കേരളത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ തന്നെ അവിടെ BJP പ്രവർത്തകർ ഇവരെ തടയാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം കടന്ന് ഇവർ പമ്പ വരെ എത്തിയിരിക്കുന്നു. 11 പേരുണ്ട് സംഘത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് ഇന്ന് കാത്തിരിക്കാം. ചുരക്കയിലുമുണ്ട് സംഗീതം എന്ന ഒരു കൗമുദി സ്പെഷ്യൽ നൽകിയിരിക്കുന്നു. ഇത് വീണ വിശ്വൻ നൽകിയിരിക്കുന്നു ഈ വാർത്ത. ചുരക്ക എന്ന് പറയുന്ന പച്ചക്കറി നമുക്ക് അറിയാം, വളരെ കട്ടിയുള്ള പുറന്തോട് ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗം ചുരണ്ടി കളഞ്ഞ് പുറത്തെ തോട് സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, സംഗീത ഉപകരണങ്ങളുടെ ഈ കുടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതിൻ്റെ ഒരു കൗമുദി സ്പെഷ്യൽ ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഉൾപേജിലേക്ക് കടന്നാൽ KSRTCയെ ഉടച്ച് വാർക്കും എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ്, നിശ്ചയദാർഢ്യത്തിലാണ് MD ടോമിൻ തച്ചങ്കരി. അതിൻ്റെ വിശദാംശങ്ങളാണ്. നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും സമിതി പരിശോധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ KSRTCയിൽ നടന്ന എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കാൻ തീരുമാനം ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു നിയമന രീതി അനുസരിച്ചാണെങ്കിൽ കണ്ടക്ടറായി പ്രവേശിക്കുന്ന ഒരാൾക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരെ ആകാം എന്നുള്ള നിലയാണ്. ഇത് യോഗ്യതയില്ലാത്ത ആളുകൾ ഉന്നത സ്ഥലങ്ങളിൽ എത്തുന്നത് തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക സമിതി കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങൾ പരിശോധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുമരണം എന്ന വാർത്തയും ഉൾപേജിൽ പ്രാധാന്യത്തോടെയുണ്ട്. ഇതിൽ നെല്ലിപ്പതി ഊരിലെ പഴനിസ്വാമി രംഗമ്മ ദമ്പതികളുടെ കുഞ്ഞ് ആണ് അട്ടപ്പാടി ഊരിൽ നവജാത ശിശു മരിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാതെ ആണ് മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും അവസാന നിമിഷം ആണ് ഇവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞത്. അവിടെ എത്തിക്കും മുൻപ് കുഞ്ഞ് മരിക്കുകയായിരുന്നു. വനിതാ മതിലിന് സർക്കാർ ഫണ്ടെന്ന് ഹൈക്കോടതിക്കും ബോധ്യമായി എന്ന വാർത്തയും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ആവർത്തിച്ചു പറയുന്നുണ്ട്, സർക്കാർ ഖജനാവിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും വനിതാ മതിലിനായി എടുക്കില്ല എന്ന് ആണെങ്കിൽ പോലും സർക്കാർ വകുപ്പുകൾ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നതനുസരിച്ച് നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന് നേരത്തെ നീക്കിവെച്ചിട്ടുള്ള 50 കോടി രൂപ ഈ വനിതാ മതിലിന് വേണ്ടി ഉപയോഗിക്കാനാണ് സർക്കാർ പദ്ധതി
ഇക്കാര്യം ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേരള കൗമുദിയുടെ റിപ്പോർട്ട്. ഇനി നമുക്ക് മനോരമയിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കാം. സിനിമാ ടിക്കറ്റ്, TV, മാർബിൾ വില കുറയും എന്ന് തന്നെയാണ് മനോരമയുടെയും മുഖ്യ വാർത്ത. കേരളത്തിൽ 0.5% പ്രളയ സെസ്സോ അധിക നികുതിയോ വരും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. വരുന്ന GST കൗൺസിൽ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൽ-ഖ്വയ്ദ ബന്ധമുള്ള 6 ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് കശ്മീരിൽ നിന്ന് ഉള്ള ഇന്നലത്തെ വാർത്ത. കശ്മീരിലെ പുൽവാമ ജില്ലയിലാണ് അൽ-ഖ്വയ്ദ ബന്ധമുള്ള അൽ-ഖ്വയ്ദയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഉള്ളവർ ഉൾപ്പെടെയുള്ള 6 ഭീകരരെ ആണ് വധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഖനി മൂടി നിരാശ, ശുഭ വാർത്ത അകലെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വരുന്ന വാർത്തയുടെ ഫോളോ അപ്പാണ്. വലിയ പ്രതീക്ഷകൾക്ക് വകയില്ല എന്ന നിരാശാജനകമായ ദുഃഖകരമായ വാർത്ത എത്തുന്നു. മേഘാലയയിലെ പെട്ടയിലെ ഖനിയിൽ ഉണ്ടായ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തി വച്ചിരിക്കുകയാണ്. വെള്ളം പമ്പ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും ഫലം കണ്ടെത്താത്ത സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേന തീരുമാനിച്ചു എന്നുള്ള വാർത്ത. ഹർത്താലുകാർക്ക് സംഭാവനയും വോട്ടും ഇല്ല എന്ന് 42 വ്യവസായ വാണിജ്യ സന്നദ്ധ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമായ വാർത്തയും മനോരമ 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ BJP ഹർത്താലോടുകൂടി ഹർത്താലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. വിവിധ വാണിജ്യ സംഘടനകളും സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുമൊക്കെ ഹർത്താലിന് എതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വളരെ നിശ്ചയദാർഢ്യത്തോടെ രംഗത്ത് വന്നിരിക്കുന്നു. ഹർത്താലിൻ്റെ കടകൾ തുറക്കാനും ബസ്സുകൾ ഓടിക്കാനുമൊക്കെയുള്ള തീരുമാനം അതത് സംഘടനകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പുറമെ ഇപ്പോൾ 42 വ്യവസായ രംഗത്തെ വാണിജ്യ രംഗത്തെ 42 സംഘടനകൾ കൂടി തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന് മാത്രമല്ല, അവർക്ക് സംഭാവനയുമില്ല വോട്ടുമില്ല എന്നുള്ള തീരുമാനം കൂടി എത്തിയിരിക്കുന്നു. KSRTCയിൽ 45 ദിവസം താൽക്കാലിക നിയമനമില്ല എന്നുള്ള ശ്രദ്ധേയ വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. ഇത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. KSRTCയിൽ സർവീസുകൾ മുടങ്ങാതിരിക്കാൻ ഇപ്പോൾ PSCയിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടുള്ളവരുടെ നിയമന പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ വേണമെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് 45 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ KSRTC. അതുവരെ കരാർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നോ ആളുകളെ എടുത്ത് കണ്ടക്ടർമാർ ആക്കി സർവീസുകൾ മുടങ്ങാതെ നടത്താൻ ആയിരിക്കും ശ്രമിക്കുക എന്ന് KSRTCയിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു. മനിതി സംഘം കേരളത്തിൽ വാഹനം തടയാൻ ശ്രമം എന്നുള്ള വാർത്തയാണ് മനോരമ ഉൾപേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്ത തന്നെയാണ്. ഇവർ പമ്പയിൽ എത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ എത്തിയിട്ടില്ല. വനിതാ മതിൽ വിവാദത്തിൽ വനിതാ മതിൽ വൻ വിജയം ആകുമെന്ന് മുഖ്യമന്ത്രി, തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമം എന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മുഖ്യമന്ത്രി ആവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സർക്കാർ ആ ഫണ്ട് ചെലവഴിക്കുകയില്ല. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വലിയ ചരിത്രം ആകും ജനുവരി 1 വനിതാ മതിൽ എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്.